അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ, ജീവിത വഴികൾ നമ്മൾക്ക് വിശദമാക്കി തന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐക്യലോകത്തും പാരിത്രിക ലോകത്തും നമ്മൾ അഭിമാനത്തോടെ ഇസ്സത്തോടെ കഴിയും. കാരണം വിശുദ്ധ ഖുർആൻ അത് നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ വളരെ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്കും അവസ്ഥയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇവിടെ ഇസ്രായേൽ ജനതയുടെ സംഭവം വിവരിച്ചുകൊണ്ട് നമ്മെ ഉണർത്തുകയാണ്. ഇവിടെ നടന്ന ഒരു സംഭവം സൂറ ബഖറയിലെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. വഇദ് ഫറഖ്നാ ബികും, നിങ്ങൾക്ക് നാം വേർപെടുത്തി തന്ന സന്ദർഭം, അൽ ബഹ്റ സമുദ്രത്തെ, ഫഅൻജയ്നാകും നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. വഅഗ്റഖ്നാ ആല ഫിർഔന, ഫിർഔൻ്റെ ആൾക്കാരെ നാം മുക്കിക്കൊന്നു. വഅൻതും തൻദുറൂൻ, നിങ്ങളിത് നോക്കി നിൽക്കുകയായിരുന്നു, നിങ്ങൾ മറുകരയിൽ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ്: സമുദ്രത്തെ വേർപെടുത്തി കൊടുത്തു, അവരെ രക്ഷപ്പെടുത്തി, ശത്രുക്കളെ മുക്കിക്കൊന്നു. നിങ്ങളതിന് സാക്ഷികളാണ്. ഇതുപോലൊരു സാക്ഷ്യം നമുക്ക് എവിടെയെങ്കിലും സാക്ഷ്യപ്പെടുത്താൻ പറ്റുമോ? നമ്മളും കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഒരു പ്രവാചകനോടൊപ്പം, ഒരു ദൂതനോടൊപ്പം നിൽക്കുകയാണ്, മറ്റുള്ളവരുടെ അടിമകളായിട്ട്. നമുക്ക് നമ്മുടേതായ ഒരു ഇസ്സത്തോടു കൂടിയുള്ള ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളിലുള്ള അടിമ മനസ്ഥിതി ഇതുവരെയും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, വെൻ ദ ഇസ്രയേലുകൾ അറ്റ് ലാസ്റ്റ്, അവസാനം, എസ്കേപ്ഡ് ഫ്രം ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരു പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ ഒരിടത്ത് ഒരുമിച്ച് കൂടി നിങ്ങളുടെ പ്രതാപം, നിങ്ങളുടെ ഇസ്സത്ത് കാണിക്കണം എന്ന് നമ്മുടെ ദൂതൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ ഇജ്ജത്ത് കാണിക്കാൻ നമ്മൾ അതിന് തയ്യാറായില്ല എങ്കിൽ ഇവിടെ പറയുന്ന സംഭവം വെൻ ദ ഇസ്രയേലികൾ അറ്റ് ലാസ്റ്റ് ഒടുവിൽ എസ്കേപ്ഡ് ഫ്രം ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു. ദേ വേർ പെർസ്യൂഡ് ബൈ ഫറോവ ആൻഡ് ഹിസ് ഹോസ്റ്റ്സ്. അവരെ പിന്തുടർന്നു. ദേ വേർ പെർസ്യൂഡ് ബൈ ഫറോവ ആൻഡ് ഹിസ് ഹോസ്റ്റ്സ്. ഫറോവയും അവൻ്റെ സൈന്യവും അവൻ്റെ കിങ്കരന്മാരും അവരെ പിന്തുടർന്നു. ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിൽ ഫറോവയും സൈന്യവും ആ രക്ഷപ്പെട്ടു പോകുന്ന സംഘത്തെ പിന്തുടർന്നു. ബൈ എ മിറക്കിൾ ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ ഒരു ദിവ്യാത്ഭുതം എന്ന നിലയിൽ, ബൈ എ മിറക്കിൾ ഓഫ് ഗോഡ് ദ ഇസ്രായേലൈറ്റ്സ് ക്രോസ്ഡ് ദ റെഡ് സീ. ഇസ്രായേലുകൾ ചെങ്കടൽ താണ്ടിക്കടന്നു. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ദിവ്യാത്ഭുതം, ദിവ്യദൃഷ്ടാന്തമായിരുന്നു. ബൈ എ മിറക്കിൾ ഓഫ് ഗോഡ് ദ ഇസ്രായേലൈറ്റ്സ് ക്രോസ്ഡ് ദ റെഡ് സീ ബട്ട് ദ ഹോസ്റ്റ് ഓഫ് ഫറോവ വാസ് ഡ്രൗൺഡ്. എന്നാൽ ഫറോവയുടെ സൈന്യം അവിടെ അതിൽ മുങ്ങിച്ചാവുകയുണ്ടായി. പുറപ്പാട് 14-ാം അധ്യായം 5 മുതൽ 31 വരെ ഈ സംഭവമൊക്കെ വിവരിക്കുന്നുണ്ട്. എക്സോഡസ് 14:5-31 ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ദ ഇൻസിഡൻറ്റ് മെൻഷൻഡ് ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സംഭവം, ദ ഇൻസിഡൻറ്റ് മെൻഷൻഡ് ഇൻ ദിസ് വേഴ്സ് റിലേറ്റ്സ് ടു ദ ടൈം, പരാമർശിക്കുന്നത് ഈ സംഭവം ഉണ്ടായ സന്ദർഭത്തെയാണ്. അണ്ടർ അള്ളാഹ്സ് കമാൻഡ്, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മൂസ അലൈഹിസ്സലാം ലെഡ് ദ ഇസ്രയേലൈറ്റ്സ് ഫ്രം ഈജിപ്റ്റ് ടു പലസ്റ്റൈൻ. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മൂസ അലൈഹിസ്സലാം ഇസ്രയേലുകളെ ഈജിപ്തിൽ നിന്നും പലസ്തീനിലേക്ക് കൊണ്ടുപോയി. ദ ഇസ്രയേലൈറ്റ്സ് ലെഫ്റ്റ് സീക്രറ്റ്ലി അറ്റ് നൈറ്റ്. ഇവർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടത് വളരെ രഹസ്യമായിട്ടായിരുന്നു, രാത്രിയിലായിരുന്നു. ദ ഇസ്രയേലൈറ്റ്സ് ലെഫ്റ്റ് സീക്രറ്റ്ലി, അവർ രഹസ്യമായി അവിടം വിട്ടു. അറ്റ് നൈറ്റ്, രാത്രിയിൽ. ആൻഡ് വെൻ ഫറോവ ലേൺഡ് ഓഫ് ദെയർ ഫ്ലൈറ്റ്, അവരുടെ ഈ പലായനം സംബന്ധമായിട്ട് ഫറോവ കാര്യം മനസ്സിലാക്കിയപ്പോൾ, ഹീ പെർസ്യൂഡ്, അവൻ പിന്തുടർന്നു ദം, അവരെ. വിവരം അവൻ മണത്തറിഞ്ഞു, അവരെ പിന്തുടർന്നു. വിത്ത് ഹിസ് ഹോസ്റ്റ്സ്, അവൻ്റെ സൈന്യവുമായി, അവൻ്റെ കിങ്കരന്മാരുമായി, അവൻ്റെ ഇടിയുമായിട്ട് അവൻ പിന്തുടർന്നു. ടു ബ്രിങ് ദം ബാക്ക്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ടു ബോണ്ടേജ്, അടിമത്തത്തിലേക്ക്. അവന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ, അടിമത്തത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ഫറോവ അവൻ്റെ കിങ്കരന്മാരോടൊപ്പം പുറപ്പെട്ടു. ദ വേഴ്സ് മെൻഷൻസ്, ഈ വചനം സൂചിപ്പിക്കുന്നത് ദ ഫേവർ ബെസ്റ്റോഡ് ബൈ ഗോഡ് ഓൺ ദ ഇസ്രായേലൈറ്റ്സ്. ഈ വചനം സൂചിപ്പിക്കുന്നത് അല്ലാഹു തആല ഇസ്രയേലികളുടെ മേൽ ചൊരിഞ്ഞ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ്. ദ വേഴ്സ് മെൻഷൻസ്, ഈ വചനം പരാമർശിക്കുന്നത് ദ ഫേവർ, ഒരനുഗ്രഹം, ബെസ്റ്റോഡ്, കനിഞ്ഞരുളി, ബൈ ഗോഡ്, അല്ലാഹു തആല, ഓൺ ദ ഇസ്രായേലൈറ്റ്സ്, ഇസ്രയേലുകളുടെ മേൽ. ബൈ ഡിവൈഡിങ് ദ സീ ഫോർ ദം, അവർക്ക് വേണ്ടി ആ സമുദ്രത്തെ അവൻ വിഭജിച്ചു. ഡിവൈഡിങ് ദ സീ ഫോർ ദം, സമുദ്രത്തെ അവൻ അകറ്റി നിർത്തി. ആൻഡ് ഡ്രൗണിങ് ദ ഈജിപ്ഷ്യൻസ്, അവിടെ നടന്നത് ഈജിപ്ഷ്യൻസ് ഫറോവയോടൊപ്പം വന്നവർ അതിൽ മുങ്ങിച്ചാവുകയുണ്ടായി. എന്നാൽ ഇസ്രായേലുകാർക്ക് മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം ആ സമുദ്രം താണ്ടിക്കടക്കുവാൻ കഴിഞ്ഞു.
ഇത് സംബന്ധമായിട്ടാണ് ഈ വചനം പറയുന്നത്. അതൊരു ദിവ്യ ദൃഷ്ടാന്തമായിരുന്നു. ഇത് സംബന്ധമായിട്ട് ബൈബിൾ പറയുന്നത്, ആൻഡ് മോസസ് സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ്സ്, മൂസ അലൈഹിസ്സലാം തൻ്റെ കൈകൾ അവിടേക്ക് നീട്ടി. ഓവർ ദ സീ, ആ സമുദ്രത്തിൻ്റെ നേരെ മൂസ അലൈഹിസ്സലാം തൻ്റെ കരങ്ങളെ നീട്ടി. ആൻഡ് ദ ലോർഡ് കോസ്ഡ് ദ സീ ടു ഗോ ബാക്ക്, അല്ലാഹു തആല അപ്പോൾ ആ സമുദ്രത്തെ പിന്നിലേക്ക് മാറുവാൻ പറഞ്ഞു. അത് ബൈ എ സ്ട്രോങ് ഈസ്റ്റ് വിൻഡ്, ഒരു കിഴക്കൻ കാറ്റിലൂടെയാണ് ഈ സംഭവം അവിടെ അരങ്ങേറുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് അതിശക്തമായ നിലയിലുള്ള ഒരു കാറ്റ് വീശി ആ ടൈമിൽ ഈ സമുദ്രത്തിൻ്റെ ജലം രണ്ട് ഭാഗത്തുമായിട്ട് മാറി മല പോലെ നിന്നു എന്നാണ് പറയുന്നത്. ഓൾ ദ നൈറ്റ്, ആ കാറ്റ് എ സ്ട്രോങ് ഈസ്റ്റ് വിൻഡ് ഓൾ ദാറ്റ് നൈറ്റ്, ആ രാത്രി മുഴുവൻ അതിശക്തമായ കാറ്റായിരുന്നു. ആൻഡ് മെയ്ഡ് ദ സീ ഡ്രൈ ലാൻഡ്, ഈ സംഭവത്തോടെ ആ സമുദ്രം ഒരു ഉണങ്ങിയ സ്ഥലം പോലെയായി മാറി. ആൻഡ് മെയ്ഡ് ദ സീ, സമുദ്രത്തെ അവൻ ആക്കി തീർത്തു, ഡ്രൈ ലാൻഡ്, ഉണങ്ങിയ ഭൂമി പോലെ. ആൻഡ് ദ വാട്ടേഴ്സ് വെയർ ഡിവൈഡഡ്, അങ്ങനെ ജലം രണ്ട് ഭാഗത്തേക്കും മാറി. ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, അങ്ങനെ ഇസ്രായേൽ സന്തതികൾ വെൻറ്റ് ഇൻ ടു ദ മിഡ്സ്റ്റ് ഓഫ് ദ സീ, സമുദ്രത്തിൻ്റെ മധ്യത്തിലെത്തി. അപ്പോൺ ദ ഡ്രൈ ഗ്രൗണ്ട്സ്, ആ ഉണങ്ങിയ തീരങ്ങളിലൂടെ. ആൻഡ് ദ വാട്ടേഴ്സ് വെയർ എ വാൾ, ജലം ഒരു ഭിത്തി പോലെ നിന്നു. അൺ ടു ദം, അവർക്കായി. ഓൺ ദെയർ റൈറ്റ് ഹാൻഡ് ആൻഡ് ഓൺ ദെയർ ലെഫ്റ്റ്, അവിടെ വലതും ഇടതും ഭാഗങ്ങളിലായി ഭിത്തി പോലെ അതിശക്തമായ കാറ്റിൽ ആ ജലം മാറി നിന്നു ഉയരത്തിൽ. ഈ സുനാമി സന്ദർഭം പോലൊക്കെ ആയിരിക്കാം. ഏതായാലും അവിടെ നടന്ന ആ ദിവ്യ ദൃഷ്ടാന്തത്തിൻ്റെ പൊരുൾ അല്ലാഹു തആലയ്ക്ക് മാത്രമാണ് ഏറ്റവും നന്നായി അറിയാവുന്നവൻ. ആൻഡ് ദ ഈജിപ്ഷ്യൻസ് പെർസ്യൂഡ്, ഈജിപ്തുകാർ അവരെ പിന്തുടർന്നു. ആൻഡ് വെൻറ്റ് ഇൻ ആഫ്റ്റർ ദം, അവർക്ക് പുറകെ അവരും പോയി. ടു ദ മിഡ്സ്റ്റ് ഓഫ് ദ സീ, അങ്ങനെ സമുദ്രത്തിൻ്റെ നടുവിലേക്ക്. മുന്നേ പോകുന്നവർ, മൂസായോടൊപ്പം പോകുന്ന ഇസ്രായേലുകളെ പിന്തുടർന്നുകൊണ്ട് അതേ ഡ്രൈ ലാൻഡിലൂടെ തന്നെ, ഉണങ്ങിയ തീരത്തുകൂടി, സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ഉണങ്ങിയ ഭാഗത്തുകൂടി തന്നെ അവരും പിന്തുടർന്നു. ആൻഡ് ദ വാട്ടേഴ്സ് റിട്ടേൺഡ് ആൾ, അങ്ങനെ മതിൽ പോലെ നിന്ന ജലം അത് മുഴുവൻ ശക്തമായിട്ട് തിരിച്ചു വന്നു. ആൾ കവേർഡ് ദ ചാരിയോട്ട്സ് ആൻഡ് ദ ഹോഴ്സ്മെൻ, ആ ഫറോവയുടെ രഥങ്ങളും അവരുടെ പടയാളികളും എല്ലാം ആ ജലം കൊണ്ട് മൂടപ്പെട്ടു. ആൻഡ് ആൾ ദ ഹോസ്റ്റ് ഓഫ് ഫറോവ ദാറ്റ് കെയിം ഇൻ ടു ദ സീ ആഫ്റ്റർ ദം. അപ്പോൾ അവരെ മൂസ അലൈഹി സ്വലാമിനെയും സംഘത്തെയും പിന്തുടർന്ന മുഴുവൻ ആളുകളെയും സമുദ്രത്തിൻ്റെ ആ ഭാഗത്ത് വെച്ച് ജലം അതിശക്തമായി അവരെ കവർന്നെടുത്തു. ദാറ്റ് കെയിം ഇൻ ടു ദ സീ ആഫ്റ്റർ ദം, അവർക്ക് പുറകെ പോയിക്കൊണ്ടിരുന്ന ഇവർക്ക് സംഭവിച്ച ആ സംഭവം അങ്ങനെയാണ് വിവരിക്കുന്നത്. ദേ റിമൈൻഡ് നോട്ട് സോ മച്ച് as വൺ ഓഫ് ദം, എന്തിനേറെ പറയുന്നു, അവിടെ അവരിൽ ഒരാൾ പോലും അവശേഷിച്ചില്ല. സകല മനുഷ്യരെയും അവരെ പിന്തുടർന്ന സകലരെയും അപ്രകാരം ഒരു ദിവ്യ ദൃഷ്ടാന്തത്തിലൂടെ അവിടെ ഇല്ലാതാക്കി. ഇതൊക്കെ മുൻകാലങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. അതിന് ദൃഷ്ടാന്തമായിട്ട് ഈ സംഭവം നടന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് ഫറോവയുടെ മൃതശരീരം സൂക്ഷിക്കപ്പെടും എന്ന് അല്ലാഹു തആല ചെയ്ത വാഗ്ദാനം അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ മുമ്പിൽ വളരെ സത്യമായി യാഥാർത്ഥ്യമായി നിൽക്കുന്നു. എന്നിട്ടും നമ്മളെ രക്ഷിക്കുന്നതിനായി അവൻ അനുഗ്രഹവർഷവുമായി നമ്മളുടെ അടുത്തേക്കൊരു ദൂതനെ നിയോഗിക്കുമ്പോൾ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ്. പിന്നീടും നമുക്ക് ഈഗോ, ഞാനെന്ന ഭാവം നമ്മളിൽ നിന്നും വിട്ടുപിരിയാതെ നമ്മളൊക്കെ എവിടേക്കോ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. 24 മണിക്കൂറും ദീനീ പ്രവർത്തനം നടത്തുക. ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതമാണ്.
അവരുടെ സമസ്ത പ്രവർത്തനങ്ങളും ദീനിന് സഹായകമായ നിലയിൽ ആയിരിക്കും. ഇതിവിടെ നടന്നത് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ വർഷങ്ങളായി ഈജിപ്തിലെ വിഗ്രഹാരാധകരായ ആളുകളുടെ അടിമകളായി ഇസ്രായേൽ സന്തതികൾ കഴിഞ്ഞു. അവരുടെ ആ ദോഷങ്ങൾ മുഴുവൻ ഇവരിലേക്ക് പകർന്നു. ഇതുപോലെ പ്രതികക്ഷികളായി നിങ്ങൾ മാറും എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തതനുസരിച്ച് പ്രതികക്ഷികളായി മാറി ലോകമെമ്പാടും ഇങ്ങനെ മുസ്ലിങ്ങൾ തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഫലസ്തീനിലേക്കാണ് അവർ പോയത്. ചെങ്കടൽ കടന്നാണ് അവർ പോയത്. അപ്പുറത്ത് ഈജിപ്റ്റാണ്. ഈജിപ്തിൽ നിന്നും പലസ്തീനിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് മൂസ അലൈഹിസ്സലാം ഇസ്രായേലുകാർ. എന്ത് നോക്കൂ എന്താ സംഭവിക്കുന്നതെന്ന്. അതേ ഈജിപ്റ്റ് അവിടെ നിൽക്കുന്നു, ഇപ്പുറത്ത് പലസ്തീനും ഇരിക്കുന്നു. അവിടെയുള്ള അന്ന് ഈജിപ്തുകാർ വിഗ്രഹാരാധകരായിരുന്നു, ഭയങ്കര നിഷേധികളായ ആളുകളായിരുന്നു. ആ നിഷേധികളുടെ പിന്തുടർച്ചയല്ല ഇന്ന് ഈജിപ്തിലിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്വന്തം സഹോദരങ്ങളെ ഇപ്പുറത്ത് ഗാസയിൽ അറുകൊല ചെയ്യുമ്പോൾ അവരുടെ സ്ഥലത്തൂടെ കയറി വരുന്നതിനും ആഹാരം കൊടുക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും അവകാശപ്പെട്ട ആളുകളെന്ന് നമ്മൾ ധരിക്കുന്നു. പക്ഷേ അവർക്ക് ആ പണ്ടത്തെ മൂസ അലൈഹിസ്സലാമയെയും ഇസ്രായേലുകളെയും അടിമകളാക്കി വെച്ച ആ അടിമ മനോഭാവം അവരിൽ ഇന്നും നിൽക്കുകയാണ്. അവർ ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ചെറുവിരൽ അനയ്ക്കുക ഈജിപ്റ്റ് ചുറ്റും ഉള്ളത്. അവർ മുസ്ലിങ്ങളെന്നാണോ പറയാൻ പറ്റുന്നത്? എന്താണ് മുസ്ലിം ജാതിമതത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഒരു മനുഷ്യനെ അപ്പുറത്ത് അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ ആളുകളെ, കുറേ സഹോദരിമാരെ, കുറേ പെൺമക്കളെ, കുറേ കുട്ടികളെ, കുറേ സഹോദരന്മാരെ, കുറേ യുവാക്കളെ കൊന്നൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അർത്ഥവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതിനൊരു തടയിടുവാൻ, അവരെ രക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ അത് കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഫറോമാർക്കൊന്നും കഴിയത്തില്ല. ഫറോമാരെ തിരിച്ചറിയാനുള്ള വഴികളാണിത്. സൗമനസ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആർദ്രതയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം പ്രവാചകന്മാരിലൂടെയാണ് പൊട്ടിയൊഴുകുന്നത്. അത് അവരിൽ നിന്നും ഒഴുകുന്ന ആ ജലസ്രോതസ്സിൽ നിന്നും കുടിക്കുന്ന അനുചരന്മാരിലും ആ കാരുണ്യവർഷം ഉണ്ടാവും. ഇത് അല്ലാത്ത നിലയിലുള്ളവർക്ക് അത് ഉണ്ടാവില്ല. ഇന്ന് അതേ രീതിയിൽ രക്ഷപ്പെടുത്തുവാൻ ഒരു പ്രവാചകനോടൊപ്പം അല്ലാതെ രക്ഷപ്പെടുവാൻ എവിടെ ലോക ചരിത്രം ഒന്ന് കാണിച്ചു തരൂ. ഏത് ഭരണാധികാരി ഏത് ജനസമൂഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ കാണിച്ചു വയ്ക്കുന്ന, അവർ തുറന്നു വയ്ക്കുന്ന ദൈവിക അനുഗ്രഹവാതിൽ വഴികൾ അതല്ലാതെ ധർമ്മം ലോകത്ത് നിലനിൽക്കില്ല. ഇതിന് നമ്മൾ അർഹരായി തീരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. അപ്പം ഇസ്രായേൽ സന്തതികളെ മൂസ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും പലസ്തീനിലേക്ക് യാത്രയാക്കി ചെങ്കടൽ താണ്ടിക്കടന്ന് അവർ രക്ഷപ്പെട്ട രക്ഷാ വഴികളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ലോകത്തിലുള്ള സമസ്ത മനുഷ്യർക്കും രക്ഷാമാർഗം ഒരുക്കുന്നതിനായി അല്ലാഹു തആല അവൻ്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഓരോ നൂറ്റാണ്ടിലും ആ സുവിശേഷം നൽകിയിരിക്കുകയാണ്. മാനവകുലം അത്രത്തോളം അതിശീഘ്രം ദുഷിച്ചു പോകുന്നവരാണ്. അവരുടെ മനോഭാവങ്ങൾ അങ്ങേയറ്റം മോശമായി പോകുന്നതാണ്. അപ്പോൾ അവിടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതിനും ആ തെളിയിക്കുന്നതിനുമായിട്ട് ദൂതന്മാരെ നിയോഗിക്കും. നിശ്ചയമായിട്ടും ഇന്നല്ലാഹു യബ്അസു നിയോഗിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അലാ റഅസി കുല്ലി മിഅത്തി സനദ്. ഇത് കാണാൻ കഴിയാതെ പോയ മുസ്ലിം ലോകവും അവരുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും അവർക്ക് യാതൊരു ഫലവും ചെയ്യാത്ത അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നിയോഗിച്ച നിയോഗത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദീനുൽ ഇസ്ലാമിനും മാനവരക്ഷയ്ക്കുമായി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഐക്യലോകത്തും പാരിത്രിക ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.